ോടൊപ്പം മറ്റൊരു അതിഥി കൂടി ചേരുകയാണ്. സുഹൃത കേരള പദ്ധതിയുടെ ചീഫ് കോർഡിനേറ്ററും ഡയറക്ടറുമായ കൃഷ്ണകുമാർ KT തൃശ്ശൂരിൽ നിന്നാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ കൃഷ്ണകുമാർ, നമസ്തേ, ഗുഡ് മോർണിംഗ്. കേരളപ്പിറവി ദിന ആശംസകൾ. സ്വപ്ന തുല്യമായ ഒരു പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. സുഹൃത കേരളം, സുന്ദരമായ പദ്ധതി. അങ്ങ് ഇതിനൊരു ഏറ്റവും വലിയ വ്യത്യാസം, ഒരു പദ്ധതിക്ക് തുടക്കം ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ധനസഹായം അങ്ങ് കൈമാറുന്ന കാഴ്ചയാണ് അല്പം മുമ്പ് പ്രേക്ഷകർ കണ്ടത്. എങ്ങനെ വ്യത്യസ്തമാകുന്നു ഇത്? എന്തൊക്കെയാണ് വിഭാവന ചെയ്തിരിക്കുന്നത്? ലോകമെമ്പാടുമുള്ള 10 ലക്ഷം മലയാളികൾ കൈകോർക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ വലിപ്പം എന്താണ്, അതിൻ്റെ ഒരു റേഞ്ച് എന്താണെന്ന് ഒരു ബാങ്കർ കൂടിയ അങ്ങേക്ക് വളരെ കൃത്യമായി പറഞ്ഞു തരാൻ കഴിയും. ശ്രീ കൃഷ്ണകുമാർ. നമസ്കാരം. ഇപ്പം ഇന്ന് കേരളം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു അഭിമാനം തന്നെയാണ്. കാരണം ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും പല സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ നമ്മൾ സന്ദർശിക്കുന്ന സമയത്തൊക്കെ പല കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളും ഹൈജീൻ, ആരോഗ്യം എന്ന മേഖലയിൽ വലിയ തോതിൽ തന്നെ നമുക്ക് അഭിമാനകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഇത്രയും കാലത്തെ വിവിധ സർക്കാരുകളുടെ ഗുണങ്ങൾ, പല സർക്കാരുകൾ ഭരിച്ചതിൻ്റെ ഗുണങ്ങൾ തന്നെയാണ്. പ്ലസ് അത് കൂടാതെ ഇവിടുത്തെ ഓരോ മലയാളികളുടെയും അധ്വാനവും നമുക്കൊരു മികച്ച നിലയിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും പല മേഖലകളിലും പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമാണ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് വലിയ പ്രശ്നങ്ങൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും, അത് ഗ്രാമം എന്ന് പ്രത്യേകതയോ അല്ലെങ്കിൽ സിറ്റി എന്ന പ്രത്യേകതയോ ഒന്നും ഇല്ലാതെ തന്നെ പല വീടുകളിലും അച്ഛനോ അമ്മയോ ആരെങ്കിലും വയ്യാതെ കിടപ്പിലായി ഇരിക്കുന്നു. അതുപോലെ അത് ക്യാൻസർ ബാധിച്ചിട്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടൊക്കെ ആകും. അപ്പം അച്ഛനാണ് വയ്യാതെ കിടക്കുന്നതിൽ അമ്മയ്ക്കും ഈ അച്ഛനെ ശുശ്രൂഷിക്കേണ്ട ഭാഗമായിട്ട് വീട്ടിൽ ഇരിക്കേണ്ടി വരും. ഈ സമയത്ത് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള പണം ഇല്ലാത്ത എത്രയോ വിദ്യാർത്ഥികളുണ്ട്. പലരും പഠനം നിർത്തിയവരുണ്ട്. പല വീടുകളിലൊക്കെ പോണ സമയത്ത് അവർ പറയാൻ, അങ്ങനെ അച്ഛൻ വയ്യാതെ കിടപ്പിലായതുകൊണ്ട് അമ്മയും എങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല, അപ്പോൾ ഞങ്ങളുടെ പഠനം പാതി വഴിക്ക് നിന്നുപോയി എന്ന് പറയുന്ന പല കുട്ടികളുണ്ട്. അതുപോലെ തന്നെ വീട് ഇല്ലാത്തവർ, നമുക്ക് എല്ലായിടത്തും വീടും പല പദ്ധതികളും സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഒക്കെ പല പദ്ധതികളുണ്ടെങ്കിൽ പോലും ഇപ്പോഴും വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് സഹായിക്കാൻ തയ്യാറുള്ള ഒരുപാട് ആളുകൾ ഈ ലോകത്ത് പല കോണുകളിലും മലയാളികൾ തയ്യാറുള്ളവരുണ്ട്. അത് പല രീതിയിൽ അവർ ചെയ്യുന്നുമുണ്ട്. ചിലരാണെങ്കിൽ ചില അസോസിയേഷൻ വഴി ചെയ്യുന്നുണ്ട്, മറ്റ് ചില റോട്ടറി ലയൻസ് പോലെ ക്ലബ്ബുകൾ വഴി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ സഹായം കിട്ടേണ്ട ആളുകളും അതുപോലെ തന്നെ സഹായിക്കാൻ തയ്യാറുള്ളവരും തമ്മിൽ എങ്ങനെ ഇവർ തമ്മിൽ കണക്ഷൻ വരും എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പലപ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ പലരും പറയുന്നത്, നമുക്ക് എന്തെങ്കിലും സഹായിക്കണം എന്നുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ശ്രീധരൻ സാറ്, PT ഉഷ മാഡം, KS ചിത്ര, അതുപോലെ പല മേഖലയിൽ IT മേഖലയിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ലക്ഷ്മി മേനോൻ തുടങ്ങിയവർ, അതുപോലെ ഡോക്ടർമാരായിട്ടുള്ള ആൾക്കാർ, സയൻറ്റിസ്റ്റുകൾ, മികച്ച അഡ്വക്കേറ്റ്മാർ, ജഡ്ജിമാർ, KS രാധാകൃഷ്ണൻ സാർ അടക്കമുള്ള ഒരു ഒട്ടനവധി പേര്, അവരിപ്പോഴും വ്യക്തിപരമായ ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കമുണ്ടായത്. അങ്ങനെയാണ് ഓരോരുത്തർ വ്യക്തിപരമായി ഇങ്ങനെ ചെയ്യാൻ തയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഒരു കൂട്ടായി മലയാളികളെ തന്നെ സഹായിക്കാനായിട്ടൊരു പദ്ധതി ഉണ്ടാക്കിയാൽ എങ്ങനെയാവും, അത് നല്ലതല്ലേ എന്ന ചിന്തകളിലൂടെയാണ് ഈ ഒരു സുഹൃത കേരളം പ്രൊജക്റ്റിന് രൂപം നൽകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഇത് ഡൽഹിയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും മലയാളികളുടെ അസോസിയേഷൻ വഴി ഇതിന് ഉദ്ഘാടനങ്ങൾ നടക്കുകയും അതുപോലെ തന്നെ അത് സഹായിക്കാനായിട്ട്, ഇതിന് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയൊന്നുമല്ല ആൾക്കാർ സഹായിക്കുന്നത്. വർഷത്തിൽ കുറഞ്ഞത് 1000 രൂപ ഒരു ചാരിറ്റി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം, നമ്മുടെ മറ്റ് മലയാളികളൊപ്പം നമ്മളോടൊപ്പം കൂടെ വളരണം, നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗം അവർക്കും കൂടെ ഉണ്ടാവണമെന്ന ഒരു ആത്മാർത്ഥമായ സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത്. മാത്രമല്ല നമുക്കറിയാം, കേരളത്തിൻ്റെ
ഒരു ഒരുമ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു സ്നേഹം എന്ന് പറഞ്ഞത് നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞത് 2018 വെള്ളപ്പൊക്കത്തിലാണ്. ആ വെള്ളപ്പൊക്ക സമയത്ത് എല്ലാവിധ സർക്കാരിൻ്റെ സംവിധാനങ്ങളോടൊപ്പം തന്നെ ഇവിടുത്തെ എല്ലാ കൊച്ചുകുട്ടികൾ മുതൽ വലിയ പ്രായം ചെന്ന ആളുകൾ വരെ അവരെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്താണ് നമ്മുടെ കേരളത്തെ ആ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നും മുന്നോട്ട് കൊണ്ടുവന്നത്. അതുപോലെ കോവിഡ് വന്ന കാലത്തുമൊക്കെ. അപ്പം ഇങ്ങനെ സഹായ മനസ്ഥിതി ഉള്ളതാണ് നമ്മുടെ കേരളം. പിന്നെ എപ്പോഴും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സർക്കാരുകൾ കേന്ദ്രമായാലും സംസ്ഥാനമായാലൊക്കെ സഹായങ്ങളും അതിൻ്റെ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഈ സർക്കാരിന് പല പരിമിതികളുണ്ട് തീർച്ചയായിട്ടും. അപ്പം ആ സർക്കാരിനോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളും കൂടെ ചേർന്ന് പ്രവർത്തിച്ചാൽ അത് മൊത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമാവും. ആ ഒരു ലക്ഷ്യമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ഒരു സഹായം മാത്രമല്ല എന്നൊരു ഇമ്പോർട്ടൻസും കൂടെ ഇതിനുണ്ട്. എല്ലാവരും പെട്ടെന്ന് ചാരിറ്റി പറഞ്ഞ കുറച്ച് പണം കൊണ്ട് സഹായിക്കുക എന്ന് മാത്രമാണ്. പക്ഷേ ഇവിടെ അത് മാത്രമല്ല, ചിലർക്ക് ഉദാഹരണത്തിന് ഡോക്ടർക്ക് അദ്ദേഹത്തിന് ചികിത്സ കൊണ്ടാവും സഹായിക്കാൻ സാധിക്കുക. ചില ആളുകൾക്ക് അവരുടെ അല്പസമയമാവും ഇതിലേക്ക് ചിലവഴിക്കാൻ സാധിക്കുക. ചില മരുന്ന് കമ്പനികൾക്ക് മരുന്നായിട്ടാവും സാധിക്കുക. ചില കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് ഈ വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള റോ മെറ്റീരിയൽ നൽകാനാവും. അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും ഈ ഒരു സുഹൃത കേരളം പദ്ധതിയിൽ പങ്കാളിയാവുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലാതെ നിശ്ചിത പൈസ മാത്രമല്ല, കൂടാതെ സഹായിക്കുന്നതോടൊപ്പം തന്നെ ആളുകളെ എന്താ പറയുക, അവരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംരംഭകത്വം. അതായത് ഇതിൽ 5 മുതൽ 6ഓളം സെഗ്മെൻ്റാണ് സുഹൃത്ത് കേരളത്തിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ആ എടുത്ത സെഗ്മെൻറ്റുകളെല്ലാം വളരെ പഠിച്ച് വിദഗ്ധരായ ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു എഞ്ചിനീയർ, ഡോക്ടർ, അഡ്വക്കേറ്റ്സ്, അതുപോലെ തന്നെ സ്ട്രാറ്റജി വിദഗ്ധർ, ഇവരെല്ലാം ചേർന്നിട്ടാണ് ഈ സെഗ്മെൻറ്റുകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, സംരംഭകത്വം, അതുപോലെ തന്നെ നൈപുണ്യ വികസനം, ഇങ്ങനെ ഈ 5ഓളം മേഖലയിൽ ഒപ്പം പ്രകൃതി സംരക്ഷണം കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഓർഡർ തയ്യാറാക്കിയത്. ശ്രീ കൃഷ്ണകുമാർ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കുമോ? ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയായിരിക്കും? എല്ലാ ജില്ലകളിലും ഇതിന് കോർഡിനേറ്റ് ചെയ്യാൻ സംവിധാനം ഉണ്ടാകുമോ? അതുപോലെ ഒരാൾക്ക് ഇതിൽ ഭാഗമാക്കാവണം എന്ന് തോന്നുന്നു. ലോകത്തിൻ്റെ ഏത് മൂലയിലിരുന്നും ഇതിൽ എനിക്കും അണിചേരണം സുഹൃത കേരളത്തിൽ, എനിക്കും എൻ്റേതായ ഒരു സംഭാവന വേണം, എൻ്റെ കൈപ്പാട് അവിടെ, എൻ്റെ കയ്യൊപ്പ് കൂടി അവിടെ വരണം, അങ്ങനെ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി? ഇതിന് എല്ലാ ജില്ലകളിലും തന്നെ കൃത്യമായ പ്രവർത്തകരുണ്ട്. അതുകൂടാതെ എല്ലാ രാജ്യങ്ങളിലും, ഇപ്പോൾ ദുബായ്, അതുപോലെ തന്നെ മറ്റ് ഒമാൻ, പല രാജ്യങ്ങളിലും, US, എല്ലാ രാജ്യങ്ങളും എവിടെയൊക്കെ മലയാളികളുണ്ടോ അവർക്കെല്ലാം ഇതിൻ്റെ ഭാഗമാവാനുള്ള പ്രതിനിധികൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ നിലവിലുണ്ട്. കൂടാതെ ആർക്കെങ്കിലും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ഒരു സഹായം, എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു ഭാഗം ഈ മലയാളികൾക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക് തന്നെ ഉപകരിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് സുഹൃത കേരളം എന്ന വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ ഓൺലൈൻ വഴി ഇതിലേക്ക് ഡൊണേഷൻ ചെയ്യാൻ സാധിക്കും. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇതിൻ്റെ ബാങ്കിങ് പാർട്ട്ണറായിട്ടുള്ളത്. അവർ ഇതിനു വേണ്ടിയിട്ട് അവരുടെ CSR ഫണ്ട് അടക്കം ഇതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പം വളരെ ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്ന സൗകര്യം കൂടെ ഉണ്ട്. അതിൽ QR കോഡ് ആയാലും UPI പേയ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ ട്രാൻസ്ഫർ, ഏത് രീതിയിലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇതിലൊരിക്കലും എല്ലാ തരത്തിലും നോക്കിയാൽ ഓൺലൈൻ രീതിയിലാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക. മാത്രമല്ല അപ്പം തന്നെ അതിന് റെസീറ്റ് ഉടനെ അവരുടെ ഫോണിലും ഇമെയിലിലും തന്നെ ലഭിക്കും. കൂടാതെ ചില ആളുകൾക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് സർക്കാരിൻ്റേതായ ഒരു 80G എന്നുള്ള ഒരു നികുതി ഇളവും ഇതിന് ലഭിക്കുന്നതാണ്. അപ്പം ആ തരത്തിൽ ഏതൊരാൾക്കും ഭാഗമാവാനും പറ്റും. എല്ലാവിധ കംപ്ലയൻസ് പാർട്ടുകളും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണുള്ളത്. വളരെയധികം നന്ദി ശ്രീ കൃഷ്ണകുമാർ KT. ഇത് ചരിത്രമാണ്. 2025 നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. സുഹൃത കേരളത്തിനായി ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകോർക്കുന്നു. 10 ലക്ഷത്തോളം മലയാളികളാണ് കേരളത്തിൽ ജീവിക്കുന്നവരുടെ ജീവിത നിലവാരം ഉയർത്താൻ, വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ, നൈപുണ്യ വികസനം കൊണ്ടുവരാൻ, കേവലം ധനസഹായത്തിനപ്പുറത്തേക്ക് അവരിൽ സംരംഭകത്വം വളർത്താൻ, അവരെ സ്വന്തം കാലിൽ നിർത്താനായി, കേവലം
സഹായം കൊണ്ട് ജീവിക്കുന്നതിലപ്പുറം ഒരു കൈത്താങ്ങ് ജീവിതം കെട്ടിപ്പടുക്കാനുള്ളൊരു പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്.